ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉലുവ കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉലുവ കഞ്ഞി കർക്കിടക മാസത്തിൽ വെച്ച് കഴിക്കുന്ന ഒരു മരുന്ന് കഞ്ഞിയുടെ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഔഷധക്കൂട്ട് വെച്ചിട്ടുള്ള കർക്കിടക കഞ്ഞിയും പച്ചില മരുന്നുകളൊക്കെ ഇട്ടിട്ടുള്ള കർക്കിടക കഞ്ഞിയുടെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മരുന്നുണ്ടയുടെ വീഡിയോയും പത്തില തോരൻ്റെ വീഡിയോയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം, ഒന്ന് പോയി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉലുവ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഞവര അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞവര അരിക്ക് പകരം ഉണക്കല്ലരിയോ മട്ട അരിയോ ഗോതമ്പ് നുറുക്കോ പച്ചരിയോ ഒക്കെ ഉപയോഗിക്കാം. അപ്പം ഞവര അരിയാണ് കൂടുതൽ നല്ലത്. അതിലേക്ക് ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു 8 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. പിന്നെ ഈ കുതിർത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറയണത്. അപ്പോൾ കാലത്താണ് ഉലുവക്കഞ്ഞി ചെയ്യണതെങ്കിൽ രാത്രി തന്നെ ഇത് കുതിർക്കാനായിട്ട് ഇടുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വൈകിട്ടാണ് ഉലുവക്കഞ്ഞി ചെയ്യണതെങ്കിൽ പകല് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഉലുവയുടെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. അത് കയ്പ്പ് കൂടാണ്ടിരിക്കാനാണ് നമ്മൾ ഇത്രയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവ അത്രയും നല്ലതാണ് നമുക്ക് കഴിക്കണത്. അപ്പോൾ കൂട്ടി കൊടുക്കണം എന്നുള്ളവർ കുറച്ചും കൂടി ഉലുവ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ഉലുവയും ഞവരരിയും കൂടി ആ വെള്ളത്തോടു കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മൺചട്ടിയിലാണ് ഇവിടെ വേവിക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ വേവിക്കാം, പക്ഷെ ഞാൻ മൺചട്ടിയിലാണ് വേവിക്കണത്. അപ്പോൾ ഞവര അരി എന്ന് പറയണത് കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞിക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് കഴിക്കണത് നല്ലതാണ്. അപ്പം ഞവര അരി എടുക്കുകയാണ് കൂടുതൽ നല്ലത് മറ്റുള്ള അരികൾ എടുക്കണേട്ടും. ഉലുവ എന്ന് പറയണത് തലമുടിക്കും സ്കിന്നിനും വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ഇത് വെയിറ്റ് ലോസിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും ദഹനത്തിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഉലുവ. അപ്പോൾ ഇത് കഴിക്കണത് അത്രയും ഗുണകരമാണ്. അപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതോടുകൂടി നമുക്ക് ഉലുവക്കഞ്ഞി പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഇത് വേവട്ടെ. ഇപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വേവിക്കുന്നത് കൊണ്ട് ഒരു 1/2 മണിക്കൂർ എന്തായാലും എടുക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വേവട്ടെ. ഇപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഔഷധക്കഞ്ഞിയുടെ മരുന്ന് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇത് ബാക്കിയുള്ളതും കൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ കഞ്ഞിക്കൂട്ടിൻ്റെ ഔഷധപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇന്ന കമ്പനിയുടെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഔഷധക്കഞ്ഞിക്കൂട്ടിന് ഏത് പൊടിയാണോ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിലുകൊണ്ട് ഒന്ന് അതിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഞാൻ കഞ്ഞിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാം.
അപ്പോൾ നമ്മൾ തേങ്ങ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിൽക്കൂടെ നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ പാല് മുഴുവൻ എടുക്കാം. അപ്പോൾ നമ്മൾ പാലൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം, നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം. അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഉപ്പ് ചേർത്തതിന് പകരം ചിലവർക്ക് മധുരം തോടുകൂടി കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടി അല്ലെങ്കിൽ തെങ്ങിൻ ചക്കരയോ ചേർത്ത് നമുക്ക് ഈ ഉലുവക്കഞ്ഞി റെഡിയാക്കാം. ഇതിൽ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു തിക്കിലാണ് ഞാൻ കഞ്ഞി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കഞ്ഞി കുടിക്കാൻ താല്പര്യം ആ ഒരു രീതിക്ക് നിങ്ങളുടെ കഞ്ഞി എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.